ഹായ് കൂട്ടുകാരി, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെടിച്ചട്ടിയിൽ താമര നടുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 40 രൂപേൻ്റെ സാധാ ചെടിച്ചട്ടി ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ഓട്ട ഉണ്ടായിട്ട് ഞാനൊരു തുണി വെച്ച് അടച്ചതാണ്. വെള്ളം പോകില്ല തോന്നുന്നുണ്ട്. ഇതിന് മുന്നേ 3-4 ചട്ടിയിൽ ഞാനങ്ങനെ നട്ടിട്ടുണ്ട്. അതൊന്നും വെള്ളമൊന്നും പോകണില്ല. ചെറിയ ഒരു കോട്ടൺ തുണീൻ്റെ കഷ്ണം എടുത്താണ്ട് അടച്ചതാണ്. രണ്ടും അടച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എല്ലുപൊടി ഇട്ടു, ഇത്തിരിയും കൂടി എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആട്ടുംകാട്ടപ്പൊടി ആയാലും ഇടയിലൊക്കെ ആട്ടുംകാട്ടത്തിൻ്റെ കട്ട ഉണ്ട്, അത് ഉടയ്ക്കുക. അത് ഭാഗത്തോളം ആട്ടുംകാട്ടത്തിൻ്റെ പൊടി കേട്ടോ. പിന്നെ മണ്ണ് ഇട്ടുണ്ട്. അതിലെ കല്ലൊക്കെ ഒഴിവാക്കണേ. അതിൽ ഇടയിലൊക്കെ നിറയെ കല്ലുണ്ട്. കല്ലുണ്ടാകാൻ പാടില്ല, കല്ലൊക്കെ ഒഴിവാക്കുക. കല്ല് ഒഴിവാക്കാഞ്ഞാൽ ട്യൂബർ ഓടുമ്പോൾ റണ്ണർ ഓടുമ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കും. അതുകൊണ്ട് കല്ലെല്ലാം ചെറിയ കല്ലുകളൊക്കെ വാരി ഒഴിവാക്കുന്നുണ്ട്. ഏതായാലും കല്ലൊക്കെ വാരി ഒഴിവാക്കിയിട്ട് 3/4 ഭാഗത്തോളം മണ്ണുണ്ട്. ഇനി കല്ലൊക്കെ പെറുക്കിയിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് വളരെ കുറച്ച് ഒഴിച്ചിട്ട് ട്യൂബർ നട്ടതിൻ്റെ ശേഷമാണ് ബാക്കി ഒഴിക്കുന്നത്. ചെറിയ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചളി പോലെ ആക്കിയിട്ട് ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയ ചാലുണ്ടാക്കിയിട്ട് ഇതാക്കണമായിട്ട് ചന്ദ്രകാന്ത എന്ന താമരയുടെ ട്യൂബറാണ് ഇട്ടത്. അത് അങ്ങനെ ചാലുണ്ടാക്കി ചെറുതായിട്ട് അവിടെ നട്ടു കേട്ടോ. നട്ടിട്ട് ചെറിയൊരു കല്ല്, ഒരു വെള്ളം പാരുമ്പോൾ പൊന്നിപ്പോവാതെ നിൽക്കാൻ ഒരു ചെറിയ കല്ല് വയ്ക്കുന്നുണ്ട്. അധികം വലിപ്പമില്ലാതെ ചെറിയൊരു കല്ല് വയ്ക്കുന്നുണ്ട്. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ ട്യൂബർ പൊന്തി പോരാതെ നിൽക്കാൻ ഏറ്റവും നല്ലതാണ്. അത് ട്യൂബർ അവിടെ പിടിച്ച് വരുമ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യും. കല്ല് വയ്ക്കുക, വേര് പിടിച്ച് ട്യൂബർ പിടിച്ച് കഴിഞ്ഞാൽ ആ കല്ല് ഞാൻ ഒഴിവാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം ഞാൻ നിറയെ ഒഴിച്ച് ചെടിച്ചട്ടി നിറച്ച് വെള്ളമായി. ഇനി വെയിലത്ത് കൊണ്ടുപോയി വെക്കണേ. വെയിലത്ത് കൊണ്ടുപോയി വെച്ച് ചട്ടിയിൽ നിറയെ വെള്ളമുണ്ട്. ഇനി വെള്ളം പോകുമല്ലേന്ന് അറിയില്ല. കണ്ടല്ലേ, ഇത് ഇതേ മുന്നേ ചെടിച്ചട്ടിയിൽ ഇതേമാതിരി ചെടിച്ചട്ടിയിൽ നട്ടതാണ്. 3-4 ദിവസമായതാട്ടോ. ഇത് ഇല വന്നു തുടങ്ങി. ഇതൊന്ന് പർപ്പിൾ റിബണും ഒന്ന് EOS വെറൈറ്റിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഏതായാലും നട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.